ഇത് നമ്മുടെ ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടന്നിരുന്ന 2 ടൈഗർ ഓസ്കാറുകളെയും അതുപോലെ ആൽബിനോ സക്കറിനെയും നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്നതിൻ്റെ ആ ഒരു വീഡിയോ ആണ്. ഇത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരാണ് ഈ ഫ്രിഡ്ജ് ബോക്സിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. ഈ ആൽബിനോ സക്കർ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട്, 6 ഇഞ്ചൊക്കെ സൈസ് ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ സൈസിനെ വാങ്ങി ഇട്ടതാണ്. എന്നാൽ ഈ ഓസ്കാറുകൾ അത്ര സൈസ് ആയിട്ടില്ല. നമ്മൾ ഇട്ടപ്പോൾ ഒരു 2.5 ഇഞ്ചൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഒരു 3 ഇഞ്ചൊക്കെ ആയിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് വന്നിട്ടുള്ളത്. അതേസമയം നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ കിടക്കുന്ന നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ അത്യാവശ്യം നല്ല സൈസ് ആയിട്ട് വരുന്നുണ്ട്. അത് ചിലപ്പോൾ ആ ഒരു ടാങ്കിന് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഈ ഫ്രിഡ്ജ് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് വലിയ ടാങ്കാണ്, മാത്രമല്ല അത് ഔട്ട്ഡോർ ടാങ്കാണ്. അവന്മാർ അവിടെ കിടന്ന് ഫുഡൊക്കെ അടിച്ച് അത്യാവശ്യം നല്ല സൈസ് ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവർക്ക് ആ ഒരു ഗ്രോത്ത് കാണാനായിട്ട് പറ്റുന്നില്ല. ഇവർ കുറച്ചുകൂടി സ്ലിം ആണ്, അവർ കുറച്ച് ഫാറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫുഡൊക്കെ കൊടുക്കുന്നത് സെയിം തന്നെയാണ് എന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവായിട്ട് കഴിക്കുന്നുണ്ട്. ഇവർ അങ്ങനെ അത്ര ആക്റ്റീവായിട്ട് കഴിക്കുന്നില്ല. ചിലപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് ബോക്സിന്റെ അല്ലെങ്കിൽ സ്പേസ് ചെറുത് അതുകൊണ്ടൊക്കെ ആവാം. ഈ കാണുന്ന ഔട്ട്ഡോർ ടാങ്കിലാണ് നമ്മൾ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ ഇട്ടിട്ടുള്ളത്. ഭയങ്കര ആക്റ്റീവാണ് അവർ, ഞാൻ കാണിച്ചു തരാം. ഇനി ഇവരുടെ കൂടെ കൊണ്ട് ഇവന്മാരെ ഇടുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇവന്മാർ കുറച്ച് വലുതാണ് ഈ ആൽബിനോ ടൈഗറുകൾ. ഇപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നവരെന്ന് പറയുന്നത് കുറച്ച് ചെറിയ സൈസാണ്. ഇവന്മാർ ഇതിനകത്ത് ഓൾറെഡി ടെറിട്ടോറിയൽ ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാർ വരുമ്പോൾ ചെറിയൊരു അഗ്രഷനൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ശരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ടൈഗർ ഓസ്കാറുകൾ നമ്മൾ സെപ്പറേറ്റ് വേറൊരു ടാങ്കിലിട്ട് വളർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ടാങ്ക് ഇല്ലാത്തത് കൊണ്ടാണ് താൽക്കാലികമായിട്ട് നമ്മൾ ഇതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചത്. ഈ ടാങ്കിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രഷൻ്റെ ആ ഒരു ഇത് മാത്രമല്ല, ഇങ്ങനെ അഗ്രഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ ഓസ്കാറുകൾ അങ്ങനെ മുകളിലേക്ക് വരാനായിട്ട് സാധിക്കില്ല. അവർക്ക് ഇവരുടെ അടുത്ത് വന്ന് നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവർ ഫുഡ് കഴിക്കാനായിട്ട് വരുമ്പോൾ ഈ ആൽബിനോ ടൈഗറുകൾ അവരെ കൊത്തി ഓടിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്ട്രെസ് വരും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണില്ല, ഡെഡ് ബോഡി പൊങ്ങിയെടുക്കുന്നതായിരിക്കും കാണുന്നത്. കാരണം അവർ സ്ലിമ്മായി ശോഷിച്ച് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അവന്മാർ ഭയങ്കര ആക്റ്റീവാണ്. ഇപ്പോൾ ഈ വരുന്നതൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാനാണെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ ചിക്കനാണ് കൊടുക്കാറുള്ളത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വന്ന് നിൽക്കുന്നത്. പെല്ലറ്റും ചിക്കനുമാണ് മാറി മാറി കൊടുക്കുന്നത്. കണ്ടില്ല, ഇവർ അത്യാവശ്യം നല്ല സൈസായിട്ട് ഫാറ്റായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇത്രയും ആ ഒരു തടി കാര്യങ്ങളൊന്നും മറ്റേ ടൈഗർ ഓസ്കാറുകൾക്കില്ല. അവർക്ക് ഞാൻ ചിക്കനൊക്കെ കൊടുക്കാറുള്ളതാണ്, എങ്കിൽ പോലും അവരങ്ങനെ പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല. അതാണ് പ്രോബ്ലം. ഇവർ നല്ല ആക്റ്റീവായിട്ട് കഴിക്കുന്നുണ്ട്, ഈ ടൈഗറുകൾ അങ്ങനെ ആക്റ്റീവായിട്ട് കഴിക്കുന്നില്ല. ഇത് വിചാരിച്ച് ടൈഗർ ഓസ്കാറുകൾക്ക് ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല, അവർ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ അത്ര ക്വാണ്ടിറ്റി കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ കുറച്ച് സ്ലിം ആയിട്ട് ഇരിക്കുന്നത്. ശരിക്കും ഔട്ട്ഡോർ ടാങ്കിലൊക്കെ ഇട്ട് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ ഉണ്ടായിരുന്ന വലിയ ടൈഗർ ഓസ്കാറുകൾ അവരെ നമ്മളങ്ങനെ വലിയ കെയറൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. ഇതുപോലെ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ മഴവെള്ളമൊക്കെ വീഴുന്ന ടാങ്ക് തന്നെയായിരുന്നു. പക്ഷേ അവർ ഡെഡായി പോയത് മഴവെള്ളം വീണിട്ട് തന്നെയാണ്. അപ്പോൾ അത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഔട്ട്ഡോർ ടാങ്കിൽ ഈ മഴവെള്ളം ഡയറക്റ്റ് വീഴുമ്പോൾ വെള്ളത്തിൽ വരുന്ന മാറ്റം ചില സമയത്ത് ഇവർക്ക് സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ടാങ്കുകൾ തന്നെയാണ് ബെസ്റ്റ്. പ്രത്യേകിച്ച് വലിയ കെയർ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇൻഡോറൊക്കെ ആകുമ്പോൾ നമുക്ക് വാട്ടർ ചേഞ്ചിലൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ വാട്ടർ ചേഞ്ച് മഴക്കാലത്തൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഇതിനകത്ത് മഴവെള്ളമൊക്കെ വീഴുന്ന ടാങ്ക് തന്നെയാണ്. അപ്പോൾ അവർ അഡാപ്റ്റ് ആയിട്ടുണ്ട് ഈ മഴവെള്ളത്തിനോടൊക്കെ. അപ്പോൾ മഴവെള്ളമൊക്കെ വീഴുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യേണ്ടി വരാറില്ല. ഇടയ്ക്ക് ചെറിയ ക്ലീനിങ് മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എയറേഷൻ, ഫിൽട്രേഷൻ അതൊന്നും നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് വാട്ടർ ചേഞ്ച് മാത്രമാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വാട്ടർ ചേഞ്ച് നമുക്ക് ചെയ്യേണ്ടി വരാറില്ല. വേനൽക്കാലത്തായിരുന്നു നമ്മൾ റെഗുലർ ആയിട്ട് വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഓവർഫ്ലോ വഴി പുറത്തേക്ക് കളയുന്ന ഒരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഈ 4 ഓസ്കാറുകളും ഒരേ സൈസ് ആയിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സൈസിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് പ്രശ്നം വരാനായിട്ടുള്ള സാധ്യത നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാം.